ഹേ ഗൈസ്, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് നമ്മൾ വീണ്ടും കൊല്ലങ്കോട് തന്നെയാണ് കേട്ടോ. കൊല്ലങ്കോട് എക്സ്പ്ലോറിങ്ങിൻ്റെ എപ്പിസോഡ് നമ്പർ 2 ആണ്. നമ്മൾ ഇന്നലെ വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു. ഇന്ന് നമ്മളെല്ലാവരും ഏകദേശം ഒരു 18 പേരോളം ഉണ്ട് കേട്ടോ. അല്ലേ? 17 എത്ര പേരുണ്ട്? 17 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പുമായിട്ട് നമ്മൾ പോവുകയാണ് കൊല്ലങ്കോട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അതിൻ്റെ എപ്പിസോഡ് നമ്പർ 2 ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മൾ ആക്ച്വലി ഇനി ബാക്കപ്പ് വെഹിക്കിൾ ഉണ്ടായിരുന്നു, സപ്പോർട്ട് വെഹിക്കിൾ. ആ വണ്ടീനെ ഫോളോ ചെയ്തിട്ട് നമ്മൾ ഏത് കടയിലേക്ക് പറഞ്ഞേ? അയ്യപ്പൻ ചേട്ടൻ്റെ കടയിലേക്ക് പോകാനുണ്ട്. നമ്മുടെ ഹൃദയം സിനിമയൊക്കെ അവിടെയല്ലേ ഷൂട്ട് ചെയ്തത്? ഹൃദയം സിനിമ അല്ലേ? ബൺ പൊറോട്ട എല്ലാം ഫേമസ് ആക്കിയ അയ്യപ്പൻ ചേട്ടൻ്റെ കടയിലേക്ക് പോവാണ്. കാറ് ഫോളോ ചെയ്യാമല്ലേ ബാക്കിൽ? അപ്പോൾ ഇവിടെ നിന്നൊരു 8 കിലോമീറ്റർ ഉണ്ട്. ഇപ്പോഴാണ് വെയിലായത് കേട്ടോ. ഇത്ര നേരം നല്ല ക്ലൈമറ്റ് ആയിരുന്നു. 1:17 ആയിട്ടാ. അപ്പോൾ നമ്മൾ പയ്യെ ഇവിടെ നിന്ന് ചലിക്കുകയാണ്. ചലിച്ച് നമ്മൾ ഇവിടെ നിന്ന് 8 കിലോമീറ്റർ പോയിട്ട് നേരെ ഫുഡ് കഴിക്കാൻ പോകാനുണ്ട്. ഉച്ചകാലത്തെ ഫുഡാണ് കഴിക്കാൻ പോകുന്നത്. നമ്മൾ ഇന്ന് കുറേ എക്സ്പ്ലോർ ചെയ്തിട്ട് അതാണ് എപ്പിസോഡ് 2 ആയിട്ട് ഇറക്കണത് കേട്ടോ. ഇത് നിങ്ങൾ കാണുന്നത് ചൊവ്വാഴ്ച ആയിരിക്കും. നാളെ പതിവ് പോലെ ബുധനാഴ്ച വീണ്ടും എപ്പിസോഡ് വരും കേട്ടോ. ഈ ആഴ്ച മിക്കതും എല്ലാ ദിവസവും വീഡിയോസ് ഉണ്ടാകും ഗൈസ്. സ്റ്റേ ട്യൂൺഡ്. കിടിലൻ ട്രാവൽ വീഡിയോസ്. നമ്മുടെ ഡോക്ടർ ആയോ? പേര് ചവിട്ടുപോയി. ഡോക്ടറല്ല, സോറി. എന്തായിരുന്നു വർക്ക്? കോപ്പറേറ്റീവ് എംപ്ലോയി ആണ് കേട്ടോ. ഓക്കെ, റിട്ടയർ ചെയ്ത കോപ്പറേറ്റീവ് എംപ്ലോയി ആണ്. ആള് ഒരു കിടിലൻ സിംഗിൾ സ്പീഡിലാണ് കേട്ടോ പോണത്. ഒന്ന് ആലോചിക്കുക, എങ്ങനെ സാധിക്കുന്നത്? ഞങ്ങൾക്ക് ഈ പ്രായത്തിൽ ഗിയർ സൈക്കിൾ ചവിട്ടിക്കയറ്റാൻ പാടുപെട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ആൾ സിമ്പിളായിട്ട് സിംഗിൾ സ്പീഡ് ഗിയറും കേട്ടാ. ഇത് ഏത് സൈക്കിളായിരുന്നു? അറ്റ്ലസ്. കിടിലൻ, സമ്മതിക്കണം കേട്ടോ. നൈസായിട്ട് ആൾ റൈഡ് ചെയ്യുന്നുണ്ട് സിംഗിൾ സ്പീഡ്. നമ്മൾ ഗിയർ സൈക്കിളുമേ ഗിയർ ഇട്ടിട്ട് പോകണം. ഇവിടെ ഒരു ട്രക്കിൻ്റെ എക്സ്കാലിബർ 8 അല്ലേ? എക്സ്കാലിബർ 8 ഉണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് റൈഡ് ചെയ്തിട്ട്? നല്ല മൂവ്മെൻ്റ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? നിങ്ങളെക്കാട്ടും കൂടുതൽ സൈസ്, വലിയ സൈസാണെന്ന് തോന്നുന്നു ഇത്. നിങ്ങൾ എത്ര ഹൈറ്റ് വരണേ? ഓക്കെ ഫ്രണ്ടിൻ്റെ സൈക്കിളാണല്ലോ അല്ലേ? ഓക്കെ, മനസ്സിലായി. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഇടവഴി കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. 8 കിലോമീറ്റർ അയ്യപ്പച്ചേട്ടനെ കട ലക്ഷ്യമാക്കിയിട്ട്. നമ്മുടെ പിറകിൽ അത്യാവശ്യം ആൾക്കാരുണ്ട് കേട്ടോ. 10-15-17 പേരോളം ഉണ്ട്. ഒരു താറുണ്ട്, അത് പൊക്കോട്ടെ. ആക്ച്വലി നമ്മൾ പോണത് ഒരു ടീമിൻ്റെ ഒപ്പമാണ് കേട്ടോ. അവരുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ ഫൈനൽ എപ്പിസോഡിൽ പറയാം. നിങ്ങൾ ഫസ്റ്റത്തെ എപ്പിസോഡ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഫുൾ 3 എപ്പിസോഡും കണ്ടിട്ട് നിങ്ങൾ എങ്ങനെയുണ്ടെന്ന് പറയട്ടോ. 1800 രൂപയാണ് 2 ദിവസത്തെ ചിലവ് കേട്ടോ. റിസോർട്ടിൽ താമസം, 3 നേരത്തെ ഫുഡ്, പിന്നെ റിഫ്രഷ്മെൻറ്റ്സ്, എന്തെങ്കിലും ചെറുക സ്വീറ്റ്സ്, എന്തെങ്കിലും ഐറ്റംസ് എല്ലാം കൂടിയിട്ട് 1800 രൂപയാണ് കേട്ടോ എനിക്ക് ചാർജ് വന്നത്. ഞാൻ ആദ്യമായിട്ടാണ് കാശ് അങ്ങോട്ട് കൊടുത്ത് റൈഡ് പോണത്. സാധാരണ കാശ് ഇങ്ങോട്ട് വന്നിട്ടാണ് റൈഡ് പോകാറ്, വെറുതെ പറഞ്ഞാണ്. അപ്പോൾ 1800 രൂപ കൊടുത്തിട്ടാണ് നമ്മൾ ഈ റൈഡ് ചെയ്യണത് കേട്ടോ. ഞാൻ എപ്പിസോഡിൻ്റെ ലാസ്റ്റത്തെ എപ്പിസോഡിൽ ഞാൻ ഫുൾ ഡീറ്റെയിൽ പറയാട്ടോ, എങ്ങനെയാണ് ഞാൻ വന്നതും കാര്യങ്ങളൊക്കെ. നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവില്ല. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞിട്ടോ. ഞാൻ ഈ കാട്ടുന്ന കാര്യങ്ങളെല്ലാം വ്ളോഗിൽ കാട്ടുന്നത്. നോക്കിയേ, ഓലമേഞ്ഞ കുടിലുകൾ ഫുള്ള് നമ്മൾ ഇന്നലെ കണ്ട വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിലത്തെ സമീപ പ്രദേശങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അവിടെ നിങ്ങൾ വലിയ മലയും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. അപ്പോൾ താഴെ കമൻറ്റ് ചെയ്യുക. 3 എപ്പിസോഡും കണ്ടിട്ട് കേട്ടോ. 3ാമത്തെ എപ്പിസോഡിൽ ഞാൻ പറയാം. നിങ്ങൾക്കും സിമ്പിളായിട്ട് ഈ റൈഡ് വരാൻ പറ്റും കേട്ടോ. അത് രജിസ്റ്റർ ചെയ്ത് ഇങ്ങനെ ഗ്രൂപ്പായിട്ട്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലുള്ളത് എല്ലാവരും ചെന്നൈ, ബാംഗ്ലൂർ, വടകര, പിന്നെ ഇവിടുന്ന് പൊന്നാനി, അങ്ങനെ ഓരോരുത്തർ, എടപ്പാളിൽ നിന്നുണ്ട്, ചങ്ങനാശ്ശേരി, അങ്ങനെ ഓരോരോ സ്ഥലങ്ങളിൽ നിന്നാണല്ലേ എല്ലാവരും ഒത്തുചേർന്ന് പരിചയം ഇല്ലാത്ത 18 പേരും ഇപ്പോൾ പരിചയക്കാരായി. എല്ലാവരും പരിചയക്കാരായി കേട്ടോ. അങ്ങനെ ഒരു റൈഡാണ്. അപ്പോൾ നിങ്ങൾ ഈ 3 എപ്പിസോഡും കണ്ടിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ നമ്മളൊരു കാട് പ്രദേശത്തിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു 8 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്കൊരു സ്ഥലം എത്തും കേട്ടോ. ഇവിടെ ഫുള്ള് മലനിരകളും ഫുള്ള് പാടം പ്രദേശം, ഫുള്ളൊരു ഗ്രാമീണത നിറഞ്ഞ ഒരു സ്ഥലമാണ് കേട്ടോ. നമ്മൾ ലൈനായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, ഇവിടെ ഒരു പയ്യൻ മീൻ പിടിക്കുകയാണ്. മീൻ കിട്ടിയോ? മീൻ വളർത്താൻ വേണ്ടിയിട്ടാ.
മീൻ വളർത്താനാണോ? അടിപൊളി. ചൂണ്ടിട്ട് കഴിഞ്ഞാൽ മീൻ ചത്തുപോയില്ലേ? കിട്ടിയ ഒന്നും കിട്ടിയില്ല. എത്ര ക്ലാസ്സിലാണ് പഠിക്കണേ? 8ാം ക്ലാസ്സിൽ. ഓക്കെ ബൈ. തൃശ്ശൂർ രജിസ്ട്രേഷനാണല്ലോ. തൃശ്ശൂർ തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. എനിക്ക് കാണുന്നത് ഇവിടെ എവിടെയാവുമെന്ന് തോന്നുന്നുണ്ട്. അയ്യപ്പൻ ചേട്ടൻ്റെ കട ആണോ? അവിടെയാ? നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നത് അയ്യപ്പൻ ചേട്ടൻ്റെ കടയിലേക്കാണ് ഗൈസ്. ഏതിൽ? ഇവിടെ ഇരിക്കും. ഇവിടെയായിരുന്നോ? നൈസ്. ഒറ്റ സിനിമയിൽ ആൾ ഹിറ്റായില്ലേ? എൻ്റെ പൊന്നെ, ഇവരെല്ലാവരും ഫുഡ് കഴിക്കാൻ വരാ. നൈസ്. അത്യാവശ്യത്തിലേറെ തിരക്കുണ്ട് കേട്ടോ. അത്യാവശ്യത്തിലേറെ തിരക്കുണ്ട്. ടോക്കൺ എടുക്കണമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അവിടെ. ഗൈസ് ചെറിയൊരു ഗ്രാമപ്രദേശത്തിൻ്റെ നടുവിലാണ് കേട്ടോ കട വരണത്. ഇത് ഈ കണ്ടമാനം ആൾക്കാരുകൾ ഫുള്ള് ഇവിടെ എത്തിയാ. നമ്മൾ ടോക്കൺ എടുത്തത് എന്തായാലും നന്നായി കേട്ടോ. ടോക്കൺ ആരോ നേരത്തെ മുൻകൂട്ടി പോയിട്ട് ടോക്കൺ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലേ, ടോക്കൺ എടുത്തതല്ലേ നമ്മൾ? ടോക്കൺ എടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ആരോ പോയിട്ട് ഉള്ളിൽ പോയിട്ട് നോക്കാൻ പോയിട്ടുണ്ട് കേട്ടോ ടോക്കൺ എടുത്തത്. എൻ്റെ പൊന്നെ, ഇത് പ്രൈവറ്റ് ബസ്സാണോ ട്രാൻസ്പോർട്ട് ബസ്സാണോ? സീൻ അതേ നിൽക്കണം നമ്മുടെ ആളേട്ടാ. എൻ്റെ പൊന്നെ സീൻ. എന്താ അടുത്ത നമ്മളാ ടോക്കൺ എടുത്തിട്ടില്ലേ? ടോക്കൺ വിളി ഉണ്ടാവല്ലോ. എൻ്റെ മോനെ ഫുള്ള് തിരക്കണം കേട്ടോ. കിട്ടിയാ 11. 18 പേർക്ക് വരണുള്ളൂ. 44 പേരുകളുള്ള ടോക്കൺ ഉണ്ട് അവിടെ. നമുക്ക് 11 കിട്ടിയല്ലേ? ഓക്കെ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 18 പേരാണുള്ളത്. അവർക്ക് എല്ലാവരും കൂടി ഒറ്റൊരു ടോക്കണാണ് ഉള്ളത്. നോട്ടെ, ഇതാണ് ടോക്കൺ. ഇത് കിട്ടാൻ വേണ്ടിയിട്ട് 45 പേരും വെയിറ്റ് ചെയ്ത് നിൽക്കണം കേട്ടോ. പക്ഷെ മറ്റേ സിനിമയിൽ കണ്ട പോലെ അല്ല കേട്ടോ. അവിടെ ആയിരുന്നു അല്ലേ? ഫോട്ടോയും സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഉള്ളിൽ കയറുമ്പോൾ കാട്ടി തരാം. ഇത് ഭയങ്കര തിരക്കല്ലേ? ഇത്ര തിരക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. അപ്പം എന്തായാലും നമ്മുടെ സമയമാവട്ടെ കേട്ടോ. ഇത് തിരക്ക് കുറവാ എൻ്റെ പൊന്നെ. കഴിഞ്ഞ ഞായറാഴ്ച നമ്മളവിടെ നാട്ടിൽ നിന്ന് പിള്ളേർ വന്നിട്ട് അവർ ഭക്ഷണം കഴിക്കാതെ പോയി. 3 മണി വരെ വെയിറ്റ് ചെയ്തു, ടോക്കൺ കിട്ടാത്തതുകൊണ്ട്. നമ്മൾ അത് ബുദ്ധിയായില്ലേ? നമ്മൾ ടോക്കൺ എടുത്ത് വിളിച്ച് പറഞ്ഞിട്ട് നേരത്തെ മുൻകൂട്ടി പറഞ്ഞത് കേട്ടോ. അല്ലെങ്കിൽ ക്യൂ ഒക്കെ കഴിയുമ്പോൾ എത്ര മണിയാവുമെന്ന് അറിയോ? ഇപ്പോൾ സമയം ഏകദേശം 2 മണിയായിട്ടാ. 2 മണിയാവാറേ. സീൻ നോക്കട്ടെ ഗൈസ്. ഇവിടെ ഒരു 6 പേർക്കുള്ള സീറ്റായിട്ടുണ്ട് കേട്ടോ. എൻ്റെ മോനെ, അവിടെയല്ലേ? വാ, 6 പേര്. 6 പേരെ കേട്ടിട്ടുള്ളൂ. ബാക്കിയുള്ളവർ അവിടെ വെയിറ്റിംഗ് ആണ്. ആഹാ, അവിടെ നിന്ന് വിളിച്ചോ. ഇവിടെ ഇരിക്കട്ടെ നമുക്ക്. അതൊന്നും അതിൻ്റെ ഉള്ളിൽ അടുക്കളയിൽ ഉള്ളിലേക്ക് വരുന്നല്ലോ. നിങ്ങൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പോയത്? ഫോൺ കുത്തിക്കാൻ പോയതാ. ഞാൻ നോക്കുമ്പോൾ ഒരാൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നു കേട്ടോ. അതവരുടെ വീടാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അവരുടെ വീടാന്ന് തോന്നുന്നുണ്ട്. ചെയർ ഓക്കെ. എന്തായാലും ഫുഡ് വരട്ടെ ഗൈസ്. ഇവിടെയും വിസിൽ കൂതണം. എല്ലാവരും കൂടി നോക്കൂട്ടോ. അപ്പോൾ വാഴയിലയിലാണ് കേട്ടോ നമുക്ക് ഫുഡ് വരുന്നത്. വാഴയില വന്നു, നിവർത്തി വയ്ക്കാൻ. ഇത് വെള്ളം ഒഴിക്കണ്ടേ? വെള്ളം നിലത്ത്. ഓ എൻ്റെ പൊന്നെ, നിലത്ത് വെള്ളമില്ല. അതുകൊണ്ട് ആരും വെള്ളം ഒഴിച്ച് കണ്ടില്ല. എന്നാലും എനിക്ക് നനഞ്ഞിരിക്കണതാണ് കേട്ടോ ഇഷ്ടം. ഇപ്പോൾ വാഴയിലയിൽ വെള്ളം. ഇതാണ് പ്രൊഫഷണലി ഒഴിക്കുക. എൻ്റെ കയ്യിൽ ക്യാമറ ആയതുകൊണ്ട് ഞാൻ ഇത് ചെയ്തത് കേട്ടോ. അപ്പോൾ ആദ്യം ഏതോ കറി വരുന്നുണ്ട്. ഇത് എന്ത് കറിയായിരുന്നു? അവിയൽ അവിയലിട്ടുണ്ട്. മെസ്സേജ് ഇട്ട് എന്ന് പറയണത് ഞാൻ ആയിട്ട് തരാം. ആളെന്താ മെസ്സേജ് ഇട്ട് ചെയ്തിട്ടാ.
മെസ്സേജ് എനിക്ക് വന്നിട്ടില്ല ഏട്ടാ. മെസ്സേജ് വന്നിട്ടില്ല. റീച്ച്ഡ് അയ്യപ്പൻ ചേട്ടൻ കട ഫോർ ലഞ്ച് വെജ് മീൽസ് എക്സ്ട്രാ ഡയറക്റ്റ് കാശ് കൊടുക്കണം കേട്ടോ. വെജ് മീൽസ് മാത്രമാണ് അതിൽ ഇൻക്ലൂഡഡ് ഉള്ളൂ. അതാണ് മെസ്സേജ് ഇട്ടെന്ന് പറയുന്നത് കേട്ടോ. അയ്യോ ഇവിടെ ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ചോറ് വന്നു, പിന്നെ എന്നിട്ട് സാമ്പാർ വന്നു, പുളിയിഞ്ചി വന്നു. അതെന്തായിരുന്നു? പയറല്ല അത്? അല്ല, കൂട്ടുകറി. ഓക്കെ, കൂട്ടുകറി. ഇനി എന്താ പപ്പടം ഉണ്ടോ? ഇനി എന്താ പറയണേ? പപ്പടം വിളമ്പുന്നു. അടിപൊളി. ഇനി ചോദിച്ചാൽ തരുമോ അവിയൽ കുറച്ച് മണി? മതി, അത് മതി. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഊണ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ വേറെ ചോദിച്ചു നോക്കിയോക്കാം വേറെ എന്താ ഇവിടെ സ്പെഷ്യൽ എന്ന് കേട്ടോ. വേറെ ഇവിടെ എന്താ സ്പെഷ്യൽ എന്നൊന്ന് ചോദിച്ചു നോക്കി നോക്കാം. ചേച്ചി ഇവിടെ വേറെ എന്താ സ്പെഷ്യൽ വരണത്? ചില്ലി ചിക്കൻ, ഈ 3 ഉള്ളത് അല്ലേ? ഓക്കെ. ചിക്കൻ കറി എത്രയാണ് വരണേ? 50. എനിക്കൊരു ചിക്കൻ കറി എടുത്തു തരും. ഞാനൊരു ചിക്കൻ കറി എടുക്കാം. 50 രൂപയുള്ളൂ. ബഡ്ജറ്റാണല്ലോ. എടോ 50 രൂപയുള്ളൂ ചിക്കൻ കറിയൊക്കെ. 50 രൂപയുള്ളൂ കേട്ടോ ചിക്കൻ കറി. ബീഫ് വേണ്ട. ഈ ഒരു പോർഷനാണ് ബീഫ് കിട്ടുക കേട്ടോ. എന്തൊരു ചിക്കൻ പറയട്ടെ, നമുക്ക് രണ്ടാളും ഷെയർ ചെയ്താലും 50 രൂപ വരണുള്ളൂ. ഒരാൾക്കുള്ള ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഒരു ഉള്ള വയ്ക്കട്ടെ. എനിക്ക് വെള്ളം ബീഫ് അല്ല ചിക്കൻ കറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനെന്തായാലും ഒരു ഉള്ള വയ്ക്കട്ടെ. ഇവിടെ ഒരു ചിക്കൻ വേണം, ഇവിടെ ഒരു ചിക്കൻ കറി. കൊള്ളാം. പായസം ഉണ്ട് കേട്ടോ, പായസം ഉണ്ട്. ചേച്ചി മീൽസിന് എത്ര വരണേ? വെജ് മീൽസ് 50 രൂപയുള്ളൂ. കൊള്ളാലോ. വെജ് മീൽസ് 50 രൂപയുള്ളൂ. എല്ലാം 50 രൂപയുള്ളൂ. എല്ലാം 50. ഫിഷിന് മാത്രം മാക്സിമം 60 രൂപയുള്ളൂ. ഓക്കെ നൈസ്. വെറുതെ അല്ല കേസ് ഇവിടെ ആൾക്കാർ വരണം കേട്ടോ. ഇവിടെ അവൈലബിലിറ്റി ഫിഷിനനുസരിച്ചിട്ട് റേറ്റ് അനുസരിച്ചിട്ട് ഇത് വരും. ബാക്കിയെല്ലാം 50 രൂപ 60 രൂപയുള്ളൂ കേട്ടോ. ഇതെന്തിട്ടായിരുന്നു? ബീഫ് വേണ്ട. ബീഫ് എനിക്ക് കുറച്ച് സീനാണ്. റെഡ് മീറ്റ് അല്ലേ? ദൈവം പായസം പോകണ്ട, പായസം കൂടെ നീക്കി വയ്ക്കാട്ടാ. ഇനി നമുക്ക് ചിക്കൻ കറി, ഒരു ചിക്കൻ കറി 50 രൂപ. ചിക്കൻ കറി ലാഭമല്ലേ? 50 രൂപയ്ക്ക് 2 ലാഭം. 50 രൂപ എന്ന് പറയുമ്പോൾ വലിയ ഇത് വരുന്നില്ല. വെജ് മീൽസ് നമുക്കുള്ളതാണ്. Sweet. It's including sweet. Including sweet is 50 rupees. It's budget, right? Yes, very budget. So, ഞാൻ അങ്ങനെ കഴിച്ചോണ്ടിരിക്കട്ടാ. പിന്നെ തോറും അൺലിമിറ്റഡ് കിട്ടും കേട്ടോ. ചിക്കൻ കറിയും കുഴപ്പമില്ല കേട്ടോ. നല്ല ഗ്രേവി ടൈപ്പാണ് കേട്ടോ ചിക്കൻ കറി. അതും ഒന്ന് കൂട്ടി ഞെരുന്തി. ചിക്കൻ തന്നെ മതി. ഗൈസ് കാപ്സായി, പ്രോട്ടീനായി, വേറെ എന്തൊരു വേണ്ട, ഷുഗറായിട്ട് ആവശ്യം അല്ലേ? പായസം. ഹാവ് യു ലൈക്ക് യു ഹാവ് ടേസ്റ്റഡ് സദ്യ, റൈറ്റ്? യെസ്. ഓക്കെ. അവർ ചെന്നൈയിൽ നിന്നാണ്. ചെന്നൈ ഇറ്റ്സ് അവൈലബിൾ ഇൻ ചെന്നൈ ഓൾസോ. സദ്യ മീൻസ് ദിസ് ഈസ് സദ്യ. മീൽസ്. മീൽസ്. ഓക്കെ, ഫൈൻ. ചുമ്മാ ചോദിച്ചതാണ് കേട്ടോ. കൊള്ളാം. അപ്പോൾ എന്തായാലും കിടലൻ ഫുഡ്, ബഡ്ജറ്റ് സാധനം കഴിക്കട്ടെ കേട്ടോ. നല്ലോണം വയററച്ച് കഴിക്കട്ടെ. 2 മണിയായി. 2 മണി വരെ 4 ഇഡ്ഡലി കഴിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. അങ്ങനെ ആ ഫുഡടി ഒരു സമ്പുഷ്ട അടിപൊളി കിടലൻ ഫുഡടി ആയിരുന്നു കേട്ടോ. കാലത്ത് 2 ഇത് കഴിച്ചിട്ട് പോകുന്നതാണ്. 2 ഇഡ്ഡലി കഴിച്ചിട്ട് പോകുന്നതാണ് കേട്ടോ. 2 or 4 ഇഡ്ഡലി കഴിച്ചിട്ട് പോകുന്നതാണ്. അപ്പം നിങ്ങൾ പോയിട്ട് വാ, ഞാൻ ഇവിടെ എടുക്കാൻ പോകണ്ട. എൻ്റെ പൊന്നേ, വയററിച്ച് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഒരു സന്തോഷമാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമുക്കൊരു 25 കിലോമീറ്റർ താഴെ നമുക്ക് റൈഡ് ചെയ്യേണ്ടി വരുള്ളൂ. താങ്ക് യു. വീഡിയോ കാണാറുണ്ടോ? ഹായ് പറഞ്ഞോ. വീഡിയോയിൽ വരും. അപ്പോൾ നല്ല ഇതാണ് കേട്ടോ. കിടല ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എല്ലാം 50 രൂപയാണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഇല കൊണ്ട് കളയണം കേട്ടോ. ഇല കൊണ്ട് കളഞ്ഞു. 2 വട്ടം പായസം കുടിച്ച് കഴിച്ച് 2 വട്ടം പായസം കുടിച്ച്. ഷുഗർ ആണെന്നാലും ഇത്രമാത്രം റൈഡ് ചെയ്യണതല്ലേ. 200 എത്രയും റൈഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഒന്ന് മയങ്ങട്ടെ.
അവരെല്ലാവരും അപ്പോൾ ഈ ഫുഡ് കഴിച്ച് വരും. ബോട്ടിൽ ഗൈസ് ഇവിടെ ഫുള്ള് ഇങ്ങനത്തെ ഇതിലുള്ള ഇവിടെ കിണർ വെള്ളം കുറവാണെന്നുള്ളൂ ഇവിടെ. കിണർ വെള്ളം ഭയങ്കര കുറവാട്ടോ. നമ്മൾ ഹോട്ടലിലും ഇങ്ങനെ ഇത് ചേട്ടാ ഇവിടെ കിണർ വെള്ളം ഇതിലുണ്ട്. കിണർ വെള്ളം കിട്ടല്ലേ? ഞാൻ കണ്ടപ്പോഴേ എല്ലായിടത്തും ഇങ്ങനത്തെ ക്യാനിലാണ് കൊടുക്കണത്. അപ്പൊ വെള്ളത്തിന് ബുദ്ധിമുട്ട് ഇവിടെ ഉണ്ടോ? ഇല്ല അല്ലേ? ഉണ്ടല്ലേ? അപ്പൊ ഞാൻ എല്ലായിടത്തും ഈ ഡ്രമ്മ കാണണതേ, വാങ്ങി വെക്കണ ഡ്രമ്മ എല്ലാരും ഉപയോഗിക്കാൻ തുടങ്ങി. ഓക്കെ. ബോർവെല്ലും ഉണ്ട്, എല്ലാം ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. എല്ലാരും ഇങ്ങനത്തെ വെള്ളം ഉപയോഗിക്കണം അല്ലേ? ഞാൻ നോക്കുമ്പോൾ എല്ലാവരും ഇങ്ങനത്തെ ഡ്രമ്മാണ് നോക്കണേ കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചിപ്പോൾ വെള്ളം കിട്ടാണ്ടാണോ എന്താണെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ അയ്യപ്പൻചാൻ്റെ കടയോട് വിട പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവിടെ നിന്നൊരു 20 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കേരളം വിടും ഗൈസ്. തമിഴ്നാട്ടിലേക്ക് കയറും ഇല്ലേ? 20 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ തമിഴ്നാട് 15 കിലോമീറ്റർ ഉള്ളൂ അല്ലേ? കൊല്ലംകോട് അല്ലേ? അപ്പോൾ ഇവിടെ നിന്നൊരു കുറച്ചുകൂടെ ഉള്ളൂ കേട്ടോ. നമ്മൾ താമസിക്കുന്നത് പൊള്ളാച്ചിയിലാണ്. അങ്ങോട്ടേക്ക് ഏകദേശം 20 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ ഇവിടെ നിന്ന് കേട്ടോ. അപ്പോൾ എന്തായാലും നോക്കി നോക്കട്ടെ, നമുക്ക് പയ്യെ ഇവിടെ നിന്ന് വിടാം കേട്ടോ. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. നമ്മളെങ്ങനെ ഇപ്പോൾ വരണേന്നുള്ള കാര്യങ്ങളൊന്നും ഇതറിയില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് അപ്പോൾ ഒരു അപ്ഡേറ്റ് തന്നു. വീഡിയോസ് തിങ്കൾ മുതൽ വെള്ളി വരെ വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ ട്രിപ്പിൻ്റെ വീഡിയോസ് തിങ്കൾ മുതൽ വെള്ളി വരെ വീഡിയോസ് വരും. അപ്പോൾ അതൊന്ന് അപ്ഡേറ്റ് ചെയ്തു ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ നമുക്ക് പയ്യെ പോകാം ഗൈസ്. നമ്മുടെ ഇതുണ്ടല്ലോ റിമ്മിൻ്റെ സ്പോക്സ് ഒരെണ്ണം പൊട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്കറിയില്ല അത് എത്രത്തോളം ഓടും എന്നുള്ളത്. കുഴപ്പമുണ്ടാവില്ല, ഒരെണ്ണമൊക്കെ പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുക കേട്ടോ. ഇത് ഈ സ്പോക്സ് ഒരെണ്ണം പൊട്ടി. ഞാനത് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഉപയോഗിക്കുന്ന സൈക്കിളല്ല കേട്ടോ. നമ്മുടെ MTB ആണെങ്കിൽ നമ്മൾ ആക്ച്വലി സർവീസിന് കൊടുത്തിട്ട് നമ്മൾ ഈ ട്രിപ്പിൻ്റെ വീഡിയോ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വീഡിയോ വരും കേട്ടോ. നമ്മൾ ഫുൾ മോഡിഫിക്കേഷൻ ചെയ്യണം. എൻ്റെ എന്തായി പോവാ അടിപൊളിയല്ലേ സെറ്റ്? അപ്പോൾ ആ വീഡിയോ ഉടനെ വരും കേട്ടോ. അത് മിക്കതും എനിക്ക് കാണുന്നത് വ്യാഴാഴ്ച 6 മണിക്കായിരിക്കും വരാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മളിപ്പോൾ നേരെ ഇവിടെ അടുത്തൊരു ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട്. അവിടെ ഇറങ്ങാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. ബട്ട് നമ്മൾ അവിടെ പോയിട്ട് ചെറിയൊരു എക്സ്പ്ലോറിങ് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടാണ് നമ്മൾ വീണ്ടും ഇവിടേക്ക് പോണത് കേട്ടോ, റിസോർട്ടിലേക്ക് പോണത്. റിസോർട്ട് എന്ന് പറയാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല, നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയും. ഞാനിപ്പോൾ എന്തായാലും നേരെ പോയിട്ട് നേരെ വെള്ളച്ചാട്ടത്തിലേക്കാണ് കേട്ടോ പോണത്. ഇപ്പോൾ ഏകദേശം 3 മണിയായി. ഇവിടെ അധികം വെയിലില്ല കേട്ടോ. ഞങ്ങൾ വന്ന ദിവസം എന്തായാലും നല്ലൊരു ദിവസമാണ്. അധികം വെയിലില്ലാത്തത് കൊണ്ട് സ്മൂത്തായിട്ട് റൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ? വലിയ വെയിലായിട്ട് ഇത് ബുദ്ധിമുട്ടില്ല അല്ലേ? നല്ല സ്മൂത്ത് ക്ലൈമറ്റ്. ഏതാ? സോ നമ്മൾ പയ്യെ പോയിട്ട് വെള്ളച്ചാട്ടത്തിൻ്റെ അവിടേക്ക് പോട്ടെ ഗൈസ്. പോണ വഴിയിൽ കണ്ടതാണ് കേട്ടോ. നെല്ലിയാമ്പതി ചായപ്പൊടി, പാലക്കാടൻ പനം കരിക്ക്, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടുള്ള കുറച്ച് സാധനങ്ങളും കാര്യങ്ങളും. അവിടെ സീതപ്പഴം കണ്ടു കേട്ടോ. സീതപ്പഴം പഴുത്തതുണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. സീതപ്പഴം ഒന്നും പഴുതിട്ടില്ല അല്ലേ? നാളെ ആവുള്ളൂ. എവിടെ ഉണ്ടായത്? ഞാൻ അത് കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഒന്നും പഴുത്തില്ല അല്ലേ? പഴുത്തുണ്ടെങ്കിൽ തപ്പുവിന് കാണപ്പെടുന്നാണ് പപ്പു പറഞ്ഞുള്ളത്. അതെ, ഉണ്ടാ ചെറിയ പഴുപ്പ്, ചെറുതുള്ളൂ. ഇല്ലല്ലോ, ഒക്കെ ചെറുതുകളാണ്. ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കണതോ? എവിടെ ഉണ്ടാക്കണതാ? ഓ പൊളിച്ചാ. അയ്യോ തൂക്കിട്ട് കൊടുക്കണേ ഒരെണ്ണം. വെണ്ടക്കായ ഉണ്ടല്ലോ, വെണ്ടക്ക, ഫ്രഷ് വെണ്ടക്കായ. വേണ്ട വേണ്ട, ഞങ്ങൾ അല്ലെങ്കിൽ തന്നെ ഭാരം കുറച്ചിട്ട് സൈക്കിൾ ഓടണേ. ഇനി ഇത് അതുകൊണ്ട് കൊണ്ടുപോകാൻ വയ്യ. അതാണ് കേട്ടോ. കിട്ടി ഒരെണ്ണം കഴിഞ്ഞു. ഇല്ല, എൻ്റെ ക്യാഷ് ഉണ്ട്, ഞാൻ കൊടുക്കാം. ഗൈസ് ഇവിടെ എവിടെയാണ് ആ വെള്ളച്ചാട്ടം എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ ബാക്കിലായി, ഏറ്റവും ബാക്കിലായി. അവിടെ നോക്കി എൻ്റെ പൊന്നെ ബ്രോ, എവിടെയാണോ വെള്ളച്ചാട്ടം? നല്ല തിരക്കുണ്ടല്ലോ. ഓ, പെഡൽ ചെയ്യാനുള്ള ഇതില്ല കേട്ടോ, സ്ക്രീൻ. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. ഈ ഒരു വഴി കൂടെ പോയിട്ടാണ് വെള്ളച്ചാട്ടം വരണത്.
ഷേ നോക്കിയ മാരുതിയുടെ നൈസ്. സൈക്കിള് പോവാൻ ഓട്ടോറിക്ഷ വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ അരിനെല്ലിക്ക ഉണ്ട് കേട്ടോ. അരിനെല്ലിക്ക കുറെ അരിനെല്ലിക്ക ഉണ്ട്. ഈ റൂട്ട് ഞങ്ങള് ഉച്ചയ്ക്ക് അല്ല 11 മണിക്ക് ഹൈവേന്ന് തിരിഞ്ഞതാട്ടാ. 11 മണിക്ക് ഹൈവേന്ന്, പിന്നെ ഇതുവരെ ഹൈവേന്ന് എനിക്ക് കയറിയിട്ടില്ല കേട്ടോ. ഫുള്ള് നെന്മാറ, പിന്നെ കൊല്ലങ്കോട്, അങ്ങനെ ഓരോ വഴികൾ കറങ്ങി ഇങ്ങനെ കറങ്ങി നടക്കാട്ടാ. ഇപ്പോഴും ഈ മലയുടെ ചുറ്റുഭാഗത്താണ് നമ്മൾ കറങ്ങി പോണത്. ഇതാണ് കൊല്ലങ്കോടിൻ്റെ ഭംഗി കേട്ടോ. ഫുള്ള് കൊല്ലങ്കോട് വൈബുകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഫുള്ള് ബ്ലോക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഫുള്ള് ബ്ലോക്കാണ്. അവിടെ നിർത്താൻ വേണ്ടിയിട്ടാണ് ഇത് ഫുള്ള് കാട്ടണത് കേട്ടോ. ചേട്ടാ ഇന്ന് വഴി തരണേ. എന്തിനാ ഇങ്ങനെ ഹോൺ അടിക്കണേ? ഞാൻ ഈ സൈഡിൽ നിർത്താട്ടെ. അവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കണ്ടല്ലോ. നൈസ്, അടിപൊളി സ്ഥലം. അവിടെ അറ്റത്ത് എന്തോ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് എവിടേക്കോ ഒരു ചുമന്ന ഇത് കാണാനുണ്ട്. ചുമന്ന ബനിയൻ എനിക്ക് കാണുന്നത് അറ്റത്തായിരിക്കും തോന്നുന്നുണ്ട്. അവരും ഇത് നോക്കിയേ, പൊളിച്ച് ഇതാ നിങ്ങൾ വൈബ് നോക്കിയേ. അവിടെ ഒരു മല, അവിടെ നിന്നൊരു വെള്ളച്ചാട്ടം. ഇവിടെ ഫുള്ള് ആൾക്കാരുകൾ നിൽക്കുന്നുണ്ട് കേട്ടോ. ആൾക്കാർ അവൻ്റെ ഇടയിലും കാര്യങ്ങളൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ. അവർ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ ഇടയിൽ പോയിട്ട് ഒരു സൈക്കിളിൻ്റെ ഒക്കെ ഒരു ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ നൈസായിരിക്കും കേട്ടോ. ഈ ഒരു ആംഗിളിൽ ഇവിടെ അങ്ങനെയൊക്കെ പോയി നിന്നിട്ടേ നിറച്ച് വണ്ടികളുണ്ട് കേട്ടോ. ഇന്നൊരു മുടക്ക് ദിവസമാണ്, അതുകൊണ്ട് തുണിയുണ്ട്. എൻ്റെ മോനെ, യെസ് നൈസ്, പൊളിച്ചില്ലേ? അല്ലെങ്കിൽ ഇത് അങ്ങനെ കറങ്ങി ചുറ്റി തിരിഞ്ഞ് ഇവിടേക്ക് തന്നെ എത്താട്ടാ. ഇതാകുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കും ചെയ്യാം, നമുക്ക് പരിപാടിയും കാണും ചെയ്യാട്ടാ. എല്ലാം കൊണ്ടും ഇതല്ല ലാഭം. വൈബ് നോക്ക് നിങ്ങൾ, ഇതൊന്ന് നോക്കി നോക്ക് കേട്ടാ. ഇവിടെ ഫ്ലവർ ഷോ ഒക്കെ ഉണ്ട് കേട്ടോ. എൻട്രി ഫീ എത്രയാ? 30 രൂപ അല്ലേ? ഇവിടെ ഫ്ലവർ ഷോയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതേ ഈ സൈഡിൽ നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. വേറെ ഒറ്റ ടൂറിസ്റ്റ് സ്പോട്ടും പോലെയല്ല, കിണ്ണം കാഴ്ചയായിട്ട് മെയിൻറ്റെയിനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ കുറച്ചെങ്കിലും മനസ്സിലാകുമെന്ന് കരുതുന്നു. അടിപൊളിയായിട്ട് നൈസായിട്ട്. ചേട്ടാ ഒന്ന് മാറോ, നിങ്ങൾ ഫ്രീ ആണെങ്കിൽ ഹലോ, താങ്ക് യു. കൊല്ലങ്കോട് ഈ ഭാഗത്തേക്ക് സിമ്പിളായിട്ട് വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാവുന്നുള്ളൂ കേട്ടോ. ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. നൈസ്. ഞാൻ പറഞ്ഞില്ല, അവിടെയൊക്കെ നിറച്ച ആൾക്കാരുണ്ട് കേട്ടോ. ആ സൈഡിലൊക്കെ ഫുള്ള് ആൾക്കാരുകളാണ് ഫോട്ടോ എടുക്കാനും അങ്ങനത്തെ ഇതുകളൊക്കെയാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു എന്തൊരു മരം കാണാം കേട്ടോ. അവിടെ പോയിട്ട് ഒറ്റയ്ക്ക് ഇതിൻ്റെ നടുക്ക് ഈ വരമ്പത്ത് ഫുള്ള് അവർ ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ചെടികളും കാര്യങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്കിൽ മഴക്കാലത്തൊക്കെ ഒന്ന് സങ്കല്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് മഴ ഇതുപോലെ തന്നെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ രസമായിരിക്കും കേട്ടോ. നമ്മൾ ആ അറ്റത്തു നിന്നാണ് വന്നത്, അവിടെ നിന്നാണ് നമ്മൾ വന്നത് കേട്ടോ. നല്ല വൈബ്, നല്ല പ്രകൃതി ഭംഗിയായിട്ടുള്ള സ്ഥലം അല്ലേ? ഇതിലെന്താ പറയാ പാടം? താമരപ്പാടം. എന്താ അങ്ങനെ പേര് വരാൻ കാരണം? സ്ഥലപ്പേര. പണ്ട് ഇവിടെ വല്ല കുളം, താമര ഉള്ള സ്ഥലം അങ്ങനെ ഒന്നുമല്ല, പണ്ടേ ഉള്ള പേരാണ് താമരക്കുളം. അല്ല, താമരപ്പാടം. താമരപ്പാടം. അവിടെ എന്തൊക്കെയാ ആനയൊക്കെ ഉണ്ടല്ലോ അവിടെ. ആൾക്കാർ കണ്ടമാനം വരുന്നുണ്ടല്ലേ? നിങ്ങൾ ഇവിടെ ഉള്ളവരെന്നെ? ഇവിടെ ഉള്ളവരെന്നെയാണ്. അടിപൊളി ഗൈസ്. അങ്ങനെ നമ്മൾ സീതാർകുണ്ട് ഡാം എത്തിയിട്ട. വഴി വളരെ മോശമാണ്, സോ അതിനനുസരിച്ചിട്ട് വരണം കേട്ടോ. വഴി കുറച്ച് മോശമാണ്. അപ്പോൾ സൈക്കിള് കൊണ്ടുപോയിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഇവിടെയാണ് അതിൻ്റെ എൻട്രൻസും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. സീതാർകുണ്ട് ഡാം. നമ്മൾ ആദ്യം ചെറിയൊരു ഡാം എന്നൊക്കെ പറഞ്ഞ, ഡാമല്ല വെള്ളച്ചാട്ടം എന്നൊക്കെ പറഞ്ഞു പോയില്ല, അതിനെക്കാട്ടും കുറച്ചും കൂടി ആൾക്കാരും ഉണ്ട്, എല്ലാ ഇതുകളും ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് അതിനെക്കാട്ടും കുറച്ചും കൂടി നല്ലതാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കട്ടെ. സൈക്കിൾ അവിടെ ഉണ്ട് കേട്ടോ. സീതാർകുണ്ട് വെള്ളച്ചാട്ടല്ലേ? വെള്ളച്ചാട്ടം കേട്ടോ. അപ്പോൾ MTB കൊണ്ടുവരാണെങ്കിൽ കുറച്ചുകൂടി രസമാവും. ഇത് നമ്മൾ ഹൈബ്രിഡും കൊണ്ടുവന്ന് പറഞ്ഞാൽ നമ്മൾ നടന്നു പോകണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ 3ാമത്തെ ലൊക്കേഷനാണ്. ആദ്യം ചെറിയൊരു വെള്ളച്ചാട്ടം കാണാൻ പോയി, അത് കഴിഞ്ഞിട്ട് നല്ല ഫുഡ് കഴിക്കാൻ പോയി അയ്യപ്പൻ ചേട്ടൻ്റെ. ഇത് 3ാമത്തെ സീതാർകുണ്ട്. ഇനി എങ്ങോട്ടേലും പോകണ്ട നമ്മൾ? ഇനി നേരെ താമസ സ്ഥലത്തേക്ക് ആട്ടെ. ഇപ്പോൾ എത്ര മണി? 4 മണി ആയിട്ടുണ്ടാവും അല്ലേ? 4 മണി. ഇവിടെ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ ഉണ്ട് നമുക്ക് റിസോർട്ടിലേക്ക്.
ബോർഡർ കിടക്കുക, ചെക്ക് പോസ്റ്റ് കടന്ന് പോകണം. നമ്മൾ കേരളത്തിൽ നിന്നും പോകണം അങ്ങ് പൊള്ളാച്ചി മേലേക്ക് പോകാം അല്ലേ? ആ, അപ്പോൾ നമ്മുടെ സൈക്കിളും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. എല്ലാവരുടെ സൈക്കിളും ഒരുമിച്ചാണ് വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ലാന്ന് വിചാരിക്കുന്നു. ഇതാണ് സീതാർകുണ്ട് ഡാം. സീതാർകുണ്ട് ഡാം കേട്ടോ. ആരോ ഒരാൾ അങ്ങോട്ട് കയറി പോയിട്ടുണ്ട് ഗൈസ്. ഇവിടെ എല്ലാവരും ചാട്ടവും മറച്ചില്ല കേട്ടോ. ഒരാളെ നോക്കിയേ, എൻ്റെ ദൈവമേ, ഇവിടെ കയറി പോകണ്ട കേട്ടോ. പൊളിച്ച്. നിലയില്ല കേട്ടോ അവിടെ? നിലയുണ്ടോ? ഇല്ല, നിലയില്ല. ദൈവമേ, പൊളിച്ചിട്ടാ. ക്ലിഫ് ജമ്പിങ് 3 പേര്, പൊളി. മോനെ പൊളിച്ച്. സംഭവം സേഫാണ് കേട്ടോ. അവിടെ നിന്ന് ചാടിയാലും പ്രത്യേകിച്ച് ഇത് കാര്യമൊന്നുമില്ല. ഇവിടെ ബ്ലോക്ക്ഡ് ആണ് കേട്ടോ ആക്ച്വലി. അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. സോ നമ്മളെന്തായാലും ഇറങ്ങണില്ല. നമുക്ക് ഇനി 20-25 കിലോമീറ്റർ അങ്ങോട്ടേക്ക് പോകേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇറങ്ങണ്ട, ചാടാത് അതിൻ്റെ മേലേക്ക് കയറാം, എന്നിട്ട് അവിടെ നിന്ന് ചാട്ടാം. അത് ചെറിയ ഇതുള്ളൂ, പക്ഷെ നല്ല താഴ്ചയുണ്ടെന്ന് പറഞ്ഞിട്ട്. ഞാൻ പിള്ളേരോട് ചോദിച്ചപ്പോൾ അവർ സബ്സ്ക്രൈബറാണ്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ കാല് അത്ര ഹൈറ്റിൽ നിന്ന് ചാടിയിട്ടും താഴെ മുട്ടണില്ലെന്ന് പറഞ്ഞ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ആ റിസ്ക് എടുക്കാൻ ഇപ്പോൾ എന്തായാലും വയ്യ. സോ നമ്മൾ പയ്യെ ഇവിടെ നിന്ന് കയറി പോവാണ് കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ കാലത്ത് കയറിയതാണ് കേട്ടോ ഇടവഴിക്ക്. ഇതിപ്പോൾ പൊള്ളാച്ചി ഹൈവേ ആയിരിക്കുള്ളൂ കേട്ടോ. പൊള്ളാച്ചി ഹൈവേ നമ്മൾ കേരളം വിടാൻ പോവുകയാണ് ഗൈസ്. കേരളം വിടാൻ പോവുകയാണ്. നമ്മൾ ഇവിടെ നിന്ന് നേരെ നമ്മൾ പൊള്ളാച്ചിയിലേക്കാണ് പോണത് കേട്ടോ. കാരണം റെസ്റ്റ് ഇല്ലാണ്ട് ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവില്ല. ഇപ്പോൾ ഹൈവേയിലേക്ക് കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് എത്ര ഇതുണ്ടോ നോക്കട്ടെ കേട്ടോ. ഏതൊരു റിസോർട്ടിലേക്കാണ് നമുക്ക്. അവിടെ സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. വെള്ളത്തിൽ ചാടി കുളിച്ചൊന്ന് കിടന്നുറങ്ങണം കഴിച്ച്. കിടന്നുറങ്ങാനും പറ്റില്ല കേട്ടോ. നമുക്ക് ആക്ച്വലി എഡിറ്റിംഗ് ആയതുകൊണ്ട് അപ്പോൾ അതുകൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഇതുള്ളൂ. അപ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയി. 17 കിലോമീറ്റർ കേട്ടോ. അതെ, 17 കിലോമീറ്റർ പൊള്ളാച്ചി കൊച്ചി റോഡ്, പള്ളടം അങ്ങനെ എന്തോ സാധനം കേട്ടോ ഗൈസ്. ഇത് കണ്ടോ, RTO ഗോവിന്ദാപുരം. RTO ചെക്ക് പോസ്റ്റാണ് കേട്ടോ ഇത് വരുന്നത്. ഈ ഗോവിന്ദാപുരം എന്ന് പറയുന്നതാണ് നമ്മുടെ വാളയാർ ചെക്ക് പോസ്റ്റില്ലേ, അത് ഹൈവേ സൈഡ്. ഇപ്പുറത്തെ സൈഡ് വരുമ്പോൾ പൊള്ളാച്ചി, ആ സൈഡ് വരുമ്പോൾ ഗോവിന്ദാപുരമാണ് കേട്ടോ ഇവിടുത്തെ ബോർഡർ. ഇപ്പം നമ്മൾ ഗോവിന്ദാപുരം എത്തി. യു ആർ ലീവിങ് കേരള സ്റ്റേറ്റ്, വിസിറ്റ് അഗെയിൻ. കണ്ട ഗോവിന്ദാപുരം ബ്രിഡ്ജ്. ഈ പാലം കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി തമിഴ്നാട്ടിലായിട്ടാ. അങ്ങനെ ഒഫീഷ്യലി നമ്മൾ തമിഴ്നാട്ടിലെത്തി ഗൈസ്. തമിഴ്നാട്ടിലെത്തിട്ടാ. പൊള്ളാച്ചി, വെൽക്കം ടു തമിഴ്നാട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് അതിൻ്റെ ബോർഡ് ഞാൻ ഒന്നുകൂടി കാട്ടിത്തരാം. തമിഴ്നാട് ബോർഡ്. പൊള്ളാച്ചി പളനി 82 ഗൈസ്. പളനി 82. നമുക്ക് പോകേണ്ടത് കൊടൈക്കനാൽ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തായാലും നോക്കട്ടെ. പളനി 82 കിലോമീറ്റർ. അപ്പോൾ ഈ റൂട്ട് തന്നെ പോവാം കേട്ടോ. വെൽക്കം ടു തമിഴ്നാട്. ശരിക്കും ആ ഒരു വൈബ് തന്നെ മാറിയിട്ട് ആ ഒരു പാലം ഇങ്ങോട്ട് കിടന്നപ്പോഴേ ഏതാണ്ട് ബോർഡർ സ്ഥലം വേണമെങ്കിൽ, ബോർഡർ ഡിസ്ട്രിക്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. ലൈക്ക് ആ ഒരു ഇതുപോലെയാണ് ശരിക്കും. ഇതാണ് ബോർഡർ വരുന്നത്. അപ്പോൾ ഇവിടെ കുറേ ബസ്സുകളും കാര്യങ്ങളൊക്കെ തൃശ്ശൂർക്കുണ്ടോ ലിമിറ്റഡ് സ്റ്റോപ്പ്. തൃശ്ശൂർക്കുണ്ട് കേട്ടോ. ഇവിടുന്ന് നേരെ ബസ് ഇതാ കിടക്കുന്ന ബസ് തൃശ്ശൂർക്കുള്ളതാണ് കേട്ടോ. ആ കൊള്ളാലോ. തൃശ്ശൂർക്കുള്ള ബസ്സും കാര്യങ്ങളൊക്കെയാണ്. നമ്മളിവിടെ ഒന്ന് ആൾക്കാരെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുക കേട്ടോ. അതെ, ഇവിടുത്തെ ടീ സ്റ്റാള് കാര്യങ്ങൾ. ഇത് എന്നിട്ടത് ഫുഡാണോ? ഇത് ഫുഡും കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ടീ സ്റ്റാള്, അതുപോലെ തന്നെ തൃശ്ശൂർക്കുള്ള വൈറ്റ് ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ബസ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഈ പെട്രോൾ പമ്പ് ഫുള്ള്. ഇവിടുന്ന് ഡയറക്റ്റ് തൃശ്ശൂർക്ക് ഉണ്ട് കേട്ടോ. ഒരു 100 കിലോമീറ്റർ അടുപ്പിച്ചുണ്ടാവണം പൊള്ളാച്ചിയിൽ നിന്ന്. 100 കിലോമീറ്റർ താഴെ എന്തായാലും 70-100
അതിൻ്റെ ഇടയിലുണ്ടാവും കേട്ടോ. ഇവിടുത്തെ ഒരു പെട്രോൾ പമ്പും കാര്യങ്ങളൊക്കെയാണ്. നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ നോക്കുമ്പോൾ ആ ലക്ഷ്മി ഫാസ്റ്റ് ഫുഡില്ലേ, അതിൻ്റെ ഉള്ളിൽ ഒരാൾ കിടന്നുറങ്ങണം കേട്ടോ. ചിലപ്പോൾ രാത്രി പണി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കിടന്നുറങ്ങണതായിരിക്കും. ഇനി നമുക്ക് ഏകദേശം ഒരു 5 കിലോമീറ്ററോളം ഉണ്ട്. ഫുള്ള് തമിഴ് വൈബായിട്ടാ, പെട്ടെന്ന് തന്നെ തമിഴ് വൈബായി. നിങ്ങൾ ഈ സംഭവം കണ്ട് ഇതുകൊണ്ട് ഞാൻ കാട്ടിത്തരാം കേട്ടോ. ഇത് ഉള്ളിപ്പക്കോട എന്ന് പറഞ്ഞ സാധനം കേട്ടോ. ചെറിയ ചെറിയ ഉണ്ടകളാണ്. നമ്മുടെ ഇതില്ലേ കാടമുട്ടയുടെ ബജി ഉണ്ടാവില്ലേ, കാടമുട്ട ചുമ്മാ പാക്കറത്തേക്ക് ടേസ്റ്റ് പറവല്ല ദൈവം ആളിഞ്ഞിപ്പോൾ എന്നെ ടേസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് വിടുള്ളൂ പറഞ്ഞിട്ടാ. ഈ സാധനം തമിഴ്നാട് ഭാഗത്തേക്ക് കയറുമ്പോൾ പക്കോട ഈ സാധനം കൂടുതൽ കാണാൻ പറ്റും കേട്ടോ. എങ്കിട്ടാ ഈ സാധനം ഒരു ഉണ്ടയാണ്, ഉള്ളി പക്കോട എന്നാണ് ഞാൻ കേട്ടത് കേട്ടാ. ചൂടാ ഇருக்கு ചൂടാ ഇருக்கு നല്ല ഇருக்கு. അപ്പം ഇങ്ങനത്തെ ഒരു സാധനം ഉള്ളി പക്കോട കാണാൻ പറ്റൂട്ടോ. ഈ സാധനം ഞാൻ എല്ലാ ഇങ്ങനത്തെ ടീ സ്റ്റാളിലും കാണുന്നതാണ് ഇങ്ങനത്തെ ഒരു സംഭവം കേട്ടോ. അപ്പം എന്തായാലും താങ്ക്സ് അണ്ണാ, താങ്ക്സ്. ആളെ പറഞ്ഞാൽ എനിക്ക് വെറുതെ തോന്നു കേട്ടോ. ഞാൻ അങ്ങനെ തരാത്തതാണ്, അല്ല ലൈക്ക് എക്സ്പെക്ട് ചെയ്തില്ല. നീ പറഞ്ഞാൽ കഴിച്ചിട്ട് പോയാൽ മതിയെന്ന്. ഹൗ സ്വീറ്റ് നൈസ്. ഗൈസ് ഏകദേശം 7 മണിയായപ്പോൾ നമ്മൾ റിസോർട്ടിലെത്തി കേട്ടോ. ഫസ്റ്റ് തന്നെ ഇതെന്താ മിൻറ്റ് ലൈമാണോ? മിൻറ്റ് ലൈം. ഓ ഇത് ടേബിളല്ല, ഞാൻ വിചാരിച്ചു ഇവിടെ വെക്കാൻ പോവാന്ന്. അതെ ടേബിളല്ല കേട്ടോ. ഇനി എന്നിട്ടാ ആൾക്ക് ഭ്രാന്താവുണ്ടാവും. എടുക്കട്ടെ? ഓക്കെ. എൻ്റെ പൊന്നെ, ഇത് എന്തായിരുന്നു സാധനം? ആ കുഴപ്പമില്ല കേട്ടോ. മിൻറ്റ് ലൈം സെറ്റല്ലേ? ഇനി ഇതും കുടിച്ച് റൂമിലേക്ക് പോകണ്ട. റൂമിലേക്ക് പോയിട്ട് വേണം ഒന്ന് ഫ്രഷപ്പ് ആവാൻ. വീഡിയോസ് ഞാൻ ഈ വീക്ക് തൊട്ട് തിങ്കൾ ചൊവ്വ ബുധൻ വീക്കിൽ എല്ലാ ദിവസവും ഇടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യണം. ഇപ്പോൾ മിൻറ്റ് ലൈം കുടിച്ചിട്ട് പയ്യെ റൂമിലോട്ട് പോട്ടാ. നമ്മുടെ സൈക്കിളുകൾ കാര്യങ്ങളെല്ലാം ഇവിടെ പുറത്താണ് വെച്ചിരിക്കണം കേട്ടോ. പുറത്ത് ജസ്റ്റ് ഇങ്ങനെ വെച്ചിരിക്കണം. ഇവിടെയും കുറേ സൈക്കിളുകളുണ്ട് കേട്ടോ. ഈ റിസോർട്ടിൽ ചുമ്മാ പിള്ളേർക്കൊക്കെ ഓടിച്ച് നടക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സൈക്കിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വെച്ച് എല്ലാം കൂടി ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. ഈ റോ ഫുള്ള് സൈക്കിളുകളാണ്. അപ്പോൾ എന്തായാലും സേഫായിട്ട് ഇവിടെ ഇരിക്കണമെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം വരണത് അല്ലേ? പാമ്പാ എന്നിട്ടാ പാമ്പ്, ഞാൻ പാമ്പ്. അപ്പം ഇതാണ് നമ്മുടെ റൂം വരണത് കേട്ടോ. ഇന്നത്തെ റൂം AC റൂം അടിപൊളി. 3 പേരാണ് നമ്മൾ ഇവിടെ റൂമിൽ കിടക്കുന്നത് കേട്ടോ, ഷെയർ ചെയ്യണത്. അത്യാവശ്യത്തിന് കംഫർട്ടബിൾ ആയിട്ടുള്ള ബെഡാണെന്ന് തോന്നുന്നുണ്ട്, അറിയില്ല. ഒരു ബെഡ് ഒരു ആവശ്യത്തിന് കുഴപ്പമില്ല. അത് ഇവിടെ ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലഗേജല്ല, കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിപ്സൊന്നുമില്ല, കബോർഡും കാര്യങ്ങളും ഇവിടെ ഉണ്ട്, കുഴപ്പമില്ല. പിന്നെ എന്നിട്ടാ എന്താ നമ്മുടെ കാലത്ത് തുടങ്ങിയ റൈഡാണ് കേട്ടോ ഇത് ആക്ച്വലി. സോ കുഴപ്പമില്ല. ഇനി ടോയ്ലറ്റും വലിയ കുഴപ്പമില്ല കേട്ടോ. ഓ ഷാമ്പൂവും ബാക്കി ഡീറ്റെയിൽസും ഇങ്ങനെയാണ്. ഭാഗ്യം 3 പേരുണ്ട്, 3 പേരെ ഷെയർ ചെയ്യണം കേട്ടോ. ഇവിടെ എന്താ പറയണേ, ഇത് ബാക്കോട്ട് ഇറങ്ങാനാണ്. ഇവിടെ വേറെ എന്തോ കാട് എന്തോ സംഭവമാണ് കേട്ടോ, അറിയില്ല. അവിടെ വേറെ ഒന്നുമില്ല എന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ വരണത് കേട്ടോ. സോ ഫൈനലി എത്തി. ഇനിയിപ്പോൾ നമുക്ക് രാത്രിയിലത്തെ ഡിന്നറും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടിയും ഒരു സമാധാനമായിട്ട് കുറച്ചും കൂടി ഫ്രഷ് ആവും കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ആക്ച്വലി എപ്പോൾ തുടങ്ങിയതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കാലത്ത് 6 മണിക്ക്, ഞാൻ 5 മണിക്ക് എണീറ്റതാണ്. 5 മണിക്ക് എണീറ്റിട്ട് നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തതാണ്. ഏകദേശം ഇപ്പോൾ സമയം ചോദിക്കുകയാണെങ്കിൽ 7:15 ആയിട്ടുണ്ട് കേട്ടോ. 7:20 ആയിട്ടുണ്ട്. ബ്രോ എപ്പോഴാണ് തുടങ്ങിയത്? ആ സമയം നമ്മളൊക്കെ തൃശ്ശൂർ നമ്മൾ സ്ഥിരം നമ്മൾ റൈഡേഴ്സാണ്, നമ്മൾ ഒരുമിച്ച് ചെയ്തിട്ടുള്ളവരാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റേ ട്യൂൺഡ്. കിടിലൻ വ്ളോഗുകൾ വരുന്നുണ്ട്. ഇനി എഡിറ്റ് ചെയ്യണം ഗൈസ്. ഞാൻ ഒരു വാക്ക് പറഞ്ഞു പോയി കഴിഞ്ഞ വീഡിയോയിലെല്ലാം. ഈ ആഴ്ചയിൽ എല്ലാ ദിവസവും വീഡിയോ വരുന്നു കേട്ടോ. അതുകൊണ്ട് ആ വാക്ക് പാലിക്കണം. ഈ ആഴ്ച തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ കൃത്യം 6 മണിക്ക് നമ്മുടെ വീഡിയോ വരും കേട്ടോ. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. Bye.